ടെഹ്റാനിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ആസ്ഥാനത്താണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. IRIB ചാനൽ ആസ്ഥാനത്ത് തത്സമയ ടെലിവിഷൻ സംപ്രേഷണത്തിനിടെയാണ് മിസൈൽ പതിച്ചത്. ആക്രമണത്തിൽ നിരവധി മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു. അതേസമയം ഇസ്രായേലിന് മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തി. ടെൽ അവീവിൽ നിന്നും ജനങ്ങള് പിന്മാറണമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. മിസൈൽ ആക്രമണം ശക്തമാക്കുമെന്നും ഇറാനിയൻ സൈന്യം. പ്രശ്നപരിഹാരത്തിന് ഇറാൻ മുൻകൈയെടുക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. USുമായി ചർച്ചയ്ക്ക് ഇറാൻ സന്നദ്ധത പ്രകടിപ്പിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. ഏറ്റവും ഒടുവിലായി صدای متجاوز به خاک وطن، صدای متجاوز به صدای حق و حقیقت است. آنچه که ملاحظه کردید، صدایی که شنیدید، فضای غبارآلود استودیو കൂടുതൽ വിവരങ്ങളുമായി അശ്വിനി എസ് ഉണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. അശ്വിനി, ഏറ്റവും ഒടുവിലായുള്ള ദൃശ്യങ്ങൾ അതിഭീകരമാണ്. ഒരു വാർത്താ മാധ്യമത്തിന് നേരെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതിനകത്തും പുറത്തുമുള്ള ദൃശ്യങ്ങൾ അത്ര ഭയാനകമായ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും ഇറാന്റെ തിരിച്ചടി എപ്പോഴായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് സൂചനകൾ ഇറാൻ നൽകുന്നുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ചോദിച്ചതുപോലെ തന്നെ അത്തരത്തിലുള്ള സൂചനകൾ ഇറാൻ ഇതിനകം നൽകി കഴിഞ്ഞു. ഇറാന്റെ സൈന്യത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇത് വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഇന്ന് രാത്രി തന്നെ തങ്ങളുടെ ഇറാന്റെ ഏറ്റവും വലിയ സൈനിക ശേഷി എന്ന് പറയുന്നത് അവരുടെ മിസൈലിന്റെ ശേഖരമാണ്. ഈ മിസൈലുകൾ വെച്ച് മിസൈൽ ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് എങ്ങനെ ഇറാന്റെ ദേശീയ മാധ്യമത്തിന് നേരെ ഉണ്ടായോ അതുപോലെ തന്നെ ഇസ്രായേലിന്റെ മാധ്യമങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടാകുമെന്ന വ്യക്തമായ സൂചന ഇറാൻ നൽകി കഴിഞ്ഞു. അതായത് ചാനൽ 12, ചാനൽ 14 എന്നീ മാധ്യമങ്ങളുടെ സ്ഥാപനങ്ങൾ അത് കെട്ടിടത്തിൽ നിന്ന് മാധ്യമപ്രവർത്തകരടക്കമുള്ള ജീവനക്കാരോട് ഒഴിഞ്ഞു മാറാനായിട്ട് ഇറാൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അതുപോലെ തന്നെ കെട്ടിടത്തിൽ നിന്ന് 500 മീറ്റർ അകലെ മാറി നിൽക്കാനടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഇറാൻ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ മേഖലയിൽ സംഘർഷം കൂടുതൽ ശക്തമാകുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. പ്രത്യേകിച്ച് ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നു. അതിന് തിരിച്ചടിയായിട്ട് തന്നെ അതിന് ശക്തമായ രീതിയിൽ തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ് ഇറാനും വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, അതായത് ഇറാൻ വിദേശകാര്യമന്ത്രി തന്നെ ഫോണിൽ വിളിച്ചിരുന്നു. പ്രശ്നം അല്ലെങ്കിൽ രമ്യമായി പ്രശ്നം പരിഹരിക്കാൻ ഇറാൻ തയ്യാറാണെന്ന തരത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി പറഞ്ഞു, താനുമായി സംസാരിച്ചുവെന്ന് ട്രംപ് G7 ഉച്ചകോടിക്കിടെ അല്ലെങ്കിൽ കാനഡ പ്രധാനമന്ത്രിയുമായി ഉള്ള കൂടിക്കാഴ്ചയ്ക്കിടെ ട്രംപ് ഇത്തരത്തിൽ പ്രതികരിക്കുന്ന ഇതേ വേളയിൽ തന്നെയാണ് അബ്ബാസ് അറാക്ചി മറ്റൊരു തരത്തിലൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ യുദ്ധക്കുറ്റവാളി എന്നാണ് അറാക്ചി വിശേഷിപ്പിച്ചത്. ഇതോടൊപ്പം തന്നെ ട്രംപ് ഈ മേഖലയിൽ അതായത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ ട്രംപ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരൊറ്റ ഫോൺ കോൾ മതി. ഇസ്രായേലിന് അല്ലെങ്കിൽ നെതന്യാഹുവിനെ ഒരു ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം മാത്രമാണ് ഇപ്പോൾ ഉള്ളതും. അത് ട്രംപ് ചെയ്യുന്നില്ല എന്നത് ഇത് പ്രശ്നം പരിഹരിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണെന്നും അറാക്ചി പറയുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ പ്രതികരണങ്ങളാണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത്. ഈ വിഷയത്തിൽ നമ്മൾ മറ്റേത് എടുത്തു പറയേണ്ട കാര്യങ്ങൾ അമേരിക്കയുടെ നീക്കം കൂടുതൽ ഈ മേഖലയിലേക്ക് ശക്തമാക്കിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. അമേരിക്കയുടെ യുദ്ധക്കപ്പൽ അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള യുദ്ധക്കപ്പൽ മധ്യേഷ്യൻ ലക്ഷ്യമാക്കി നീങ്ങുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിൽ എണ്ണ ടാങ്കർ എന്ന് പറയുന്നതല്ല, യുദ്ധവിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന വിമാനം മധ്യേഷ്യയിലേക്ക് നീങ്ങുന്നു. ഇങ്ങനെയടക്കമുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതായത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇസ്രായേലിനെ പിന്തുണ ശക്തമാക്കാൻ അല്ലെങ്കിൽ ഇറാന് മേലുള്ള ആക്രമണം അല്ലെങ്കിൽ ഇറാന് മേലുള്ള പ്രതിരോധം ശക്തമാക്കാനായിട്ടുള്ള രീതിയിൽ അമേരിക്കയും സമ്മർദ്ദം ശക്തമാക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വ്യോമ അതുപോലെ തന്നെ നാവികസേന ഇസ്രായേൽ അല്ലെങ്കിൽ മധ്യേഷ്യ നീക്കി അമേരിക്കയുടെ വ്യോമ നാവികസേന മധ്യേഷ്യ ലക്ഷ്യമാക്കി നീങ്ങുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഈ വിഷയത്തിൽ അറബ് രാഷ്ട്രങ്ങളുടെ അടക്കം പ്രതികരണങ്ങൾ ഇനി വരേണ്ടിയിരിക്കുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുമ്പോൾ ഇറാന്റെ വിഷയത്തിൽ വിവരങ്ങളും ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അഗസ്റ്റ് സെബാസ്റ്റ്യൻ കൂടി കൂടുതൽ വിവരങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കും. അഗസ്റ്റ്, ഈ പ്രശ്നപരിഹാരത്തിന് ഇറാൻ മുൻകൈ എടുക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെടുന്നുണ്ട്. അതേ മുറയ്ക്ക് ഇസ്രായേലിന് പിന്തുണയും അദ്ദേഹം നൽകുന്നുണ്ടെന്നതാണ് വസ്തുത. ഇപ്പോൾ നടത്തിയ ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇറാന്റെ പ്രതിരോധം എങ്ങനെയായിരിക്കും? അത് ആരംഭിച്ചിട്ടുണ്ടോ? ഇവിടെ മാധ്യമപ്രവർത്തകരടക്കം കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ മരണസംഖ്യയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ്?
അഖില, ഇറാനിലെ മരണസംഖ്യയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ വെരിഫൈഡ് ആയിട്ടുള്ള കണക്കുകൾ പുറത്തു വരുന്നതേ ഉള്ളൂ. അത് ആളുകൾ കൊല്ലപ്പെട്ടതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇറാന്റെ സർക്കാർ നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങൾ, അതായത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ബ്രോഡ്കാസ്റ്റ് സ്ഥാപനങ്ങൾ, റേഡിയോ, TV ഇതൊക്കെ അടങ്ങുന്ന ഔദ്യോഗിക സർക്കാരിന്റെ ഔദ്യോഗിക മാധ്യമ സ്ഥാപനങ്ങളാണ് ഇസ്രായേൽ വ്യോമാക്രമണം, കെട്ടിടത്തിലേക്കാണ് വ്യോമാക്രമണം നടത്തിയിട്ടുള്ളത്. അത് നേരത്തെ തന്നെ അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടെഹ്റാന്റെ നിയന്ത്രണം പൂർണ്ണമായും വ്യോമ നിയന്ത്രണം ഇസ്രായേലിന്റെ കയ്യിലാണെന്ന് അവർ പ്രഖ്യാപിക്കുകയും അതിനെ തുടർന്ന് ഡിസ്ട്രിക്ട് 3, അതായത് അവിടെയാണ് പ്രധാനമായും സൈനിക സംവിധാനങ്ങൾ, അതിന്റെ കെട്ടിടങ്ങൾ, ഓഫീസുകളൊക്കെ പ്രവർത്തിക്കുന്നത്. അതിലേക്ക് ആക്രമണം നടത്താൻ പോവുകയാണെന്ന് നേരത്തെ തന്നെ ഇവാക്യുവേഷൻ മുന്നറിയിപ്പ് കൊടുത്ത ശേഷം നടത്തിയ ആക്രമണത്തിലാണ് നമ്മൾ കണ്ടത്. അതായത് IRIB എന്ന് പറയുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ ബ്രോഡ്കാസ്റ്റ് സ്ഥാപനം കെട്ടിടം തകരുന്ന കാഴ്ച കണ്ടത്. അതേസമയം ഇതിന്റെ ടെലിവിഷൻ ഒഴികെയുള്ള ബാക്കി മാധ്യമ വിഭാഗങ്ങളൊക്കെ തന്നെ തിരിച്ച് വീണ്ടും പ്രക്ഷേപണം തുടങ്ങിയതായി ഇറാനിയൻ മാധ്യമങ്ങളും ഇറാനിയൻ ഏജൻസികളും ഇറാൻ അനുകൂല സംവിധാനങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട്. അതേസമയം ഇറാൻ ഇപ്പോൾ ചർച്ചാ സന്നദ്ധ അറിയിക്കുന്ന ഒരു സൂചന ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അതായത് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഒരു എക്സ്പോസ്റ്റിൽ, നീണ്ട ഒരു എക്സ്പോസ്റ്റ് അല്പം മുമ്പ് പ്രസിദ്ധീകരിച്ചു. അതിൽ അദ്ദേഹം അഡ്രസ് ചെയ്യുന്നത് അമേരിക്കൻ ഭരണകൂടത്തെയാണ്. അതായത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ എന്ന് നമുക്കതിന് വായിച്ചെടുക്കേണ്ടി വരും. അതായത് ഇപ്പോൾ ഈ നടക്കുന്ന ആക്രമണം അവസാനിപ്പിക്കാൻ ഇറാൻ തയ്യാറാണ്, ഈ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാൻ തയ്യാറാണ് എന്ന് നിലയ്ക്ക് സൂചന നൽകുന്ന ഒരു എക്സ്പോസ്റ്റാണ് അബ്ബാസ് അരാക്ചി ഇട്ടത്. അതിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വിവരങ്ങളാണ്. അതായത് ഇത് പൂർണ്ണമായും ഇസ്രായേലിന്റെ കുറ്റമാണ് എന്ന നിലയ്ക്ക് രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു പോസ്റ്റാണ് അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതേസമയം ഡൊണാൾഡ് ട്രംപ് ഈ ഇറാൻ ഇങ്ങനെ ഒരു സന്നദ്ധത അറിയിച്ചതായി, അതിന്റെ സൂചന ലഭിച്ചതായി ഡൊണാൾഡ് ട്രംപും പറയുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും ഇതിപ്പോൾ അതേസമയം മറ്റൊരു സുപ്രധാനമായ വിവരം, ഇസ്രായേലിലുള്ള ജർമ്മൻ പൗരരോട് രാജ്യം വിടാൻ ജർമ്മനി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ജോർദാന്റെ തലസ്ഥാനമായ അമ്മാൻ വഴി ഒരു ചാർട്ടേഡ് വിമാനം, അത് ബുധനാഴ്ചയായിരിക്കും ആ ചാർട്ടേഡ് വിമാനം വരിക. ആ വിമാനത്തിൽ അവിടെ നിന്ന് രാജ്യം വിടാനുള്ള നിർദ്ദേശവും ജർമ്മനി ഇസ്രായേലിലുള്ള ജർമ്മൻ പൗരന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. ആകെ തുകയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഈ വലിയ നിലക്കുള്ള ഒരു സംഘർഷത്തിലേക്കും വ്യാപിക്കാൻ പോകുന്നു എന്ന നിലക്കുള്ള ഇന്റലിജൻസ് വിവരങ്ങൾക്ക് തന്നെയും രാജ്യങ്ങൾക്കൊക്കെ തന്നെ ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള നീക്കമാണ് എല്ലാവരും നടത്തുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരി സബാൻ, തുടരുക. ഇപ്പോൾ അശ്വിനി കൂടി ഉണ്ട്. അശ്വിനി, ഈ ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിലായി ആക്രമണം തുടങ്ങി എന്ന തരത്തിൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതായി കാണുന്നുണ്ട്. അതിലെന്തെങ്കിലും സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ? വിശദാംശങ്ങൾ. അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ആർമി തന്നെ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇറാന്റെ മിസൈൽ ആക്രമണം തുടങ്ങിയിരിക്കുന്നു. ടെൽ-അവീവ് അടക്കമുള്ള മേഖലകളിലാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നതെന്നാണ് ഇസ്രായേലിന്റെ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് അൽ ജസീറയും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഇറാന്റെ പ്രത്യാക്രമണം തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട്. അത് പ്രത്യേകിച്ച് ഇറാൻ ആർമി എക്സിൽ കുറിച്ചത് ഒരു നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അതായത് ഇറാന്റെ ദേശീയ പതാകയുടെ ചിത്രവും വെച്ച് ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ദ മോസ്റ്റ് ഗ്രേഷ്യസ്, ദ മോസ്റ്റ് മെർസിഫുൾ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവർ പോസ്റ്റ് ഇട്ടത്. 33 മിനിറ്റ് മുമ്പാണ് അവർ ആ ഒരു പോസ്റ്റ് ഇട്ടത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ആക്രമണം ശക്തമായിരിക്കുന്നത്. ജൂൺ 15 തന്നെ ഇറാൻ ആർമിയുടെ എക്സിൽ അവരുടെ അതിനടുത്തൊരു പോസ്റ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇറാന്റെ മിസൈൽ ശേഖരത്തിൻ്റെ ഒരു ചിത്രവും അതിൽ സൈനികരടക്കം നിൽക്കുന്ന ഒരു വിഷ്വലും അടക്കം ഒരു ദൃശ്യം ഇതിൽ നേരത്തെ പങ്കുവച്ചിരുന്നു. ഇറാൻ സൈന്യം വ്യക്തമാക്കുന്നതും ഇതുതന്നെയാണ്. അവരുടെ മിസൈൽ ശേഖരം വെച്ച് തന്നെ അല്ലെങ്കിൽ മിസൈൽ ആക്രമണത്തിലൂടെ തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ഇപ്പോഴും തുടരുകയാണ്. ഇസ്രായേലിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം ആരംഭിച്ചിരിക്കുന്നു. അഖില, നെതന്യാഹു ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രതികരണം നൽകിയിട്ടുണ്ടോ? ഈ ആക്രമണത്തിന്റെ തുടക്കം തൊട്ടേ അദ്ദേഹം ഓരോ ദിവസം പ്രതി, ഇതിപ്പോൾ 4ാമത്തെ ദിവസമാണ്, 4ാമത്തെ ദിവസവും ആക്രമണം കടുപ്പിക്കുകയാണ്. ഓരോ ഘട്ടത്തിലും ഇറാന്റെ മുക്കിലും മൂലയിലും ആക്രമണം നടത്തും, ഇന്ന് ആണവ ഉൽപാദന കേന്ദ്രങ്ങളിലെല്ലാം ആക്രമണം നടത്തുമെന്നെല്ലാം അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഈ ആക്രമണത്തിന് പിന്നാലെ, ഇറാൻ തിരിച്ചടിച്ചതിന് പിന്നാലെ നെതന്യാഹുവിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? നെതന്യാഹുവിൻ്റെതായിട്ടുള്ള പ്രതികരണങ്ങൾ ഔദ്യോഗികമായി വന്നിട്ടില്ല. 23 മണിക്കൂർ മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം മാത്രമാണ് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. അതേസമയം നെതന്യാഹു
സീസ് ഇറാൻ വാണ്ട്സ് ടു കിൽ ട്രംപ്. അതായത് ഈ അമേരിക്ക അടക്കമുള്ള അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിനെ അടക്കം ആക്രമിക്കാനാണ് ഇറാൻ ലക്ഷ്യമിടുന്നത് അടക്കമുള്ള നേരത്തെയുള്ള നടത്തിയ പ്രതികരണങ്ങൾക്കപ്പുറം പുതിയ പ്രതികരണങ്ങൾ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതേസമയം ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ നെതന്യാഹുവിൻ്റെ നിലപാട് ഇപ്പോഴത്തെ ആക്രമണങ്ങളിലൂടെ നമുക്ക് വ്യക്തമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇറാന് നേരെ ഇറാൻ്റെ ദേശീയ മാധ്യമത്തിന് നേരെ അവരുടെ റേഡിയോ അടക്കമുള്ള മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ടെഹ്റാന് നേരെ ആക്രമണമാകുന്നു. തലസ്ഥാനമായ ടെഹ്റാന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ഇതിൽ നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരടക്കം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് ഇറാന്റെ മാധ്യമം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ദേശീയ മാധ്യമത്തിന്റെ ചാനലിന്റെ തലവൻ തന്നെ വീണ്ടും ദൃശ്യമാധ്യമങ്ങൾക്ക് മുന്നിൽ രക്തക്കറ പുരണ്ട ഒരു പേപ്പറുമായി വന്ന് അവർ ഇത് കാണിച്ചു. തങ്ങളുടെ സഹപ്രവർത്തകർ കൊല്ലപ്പെട്ടിരിക്കുന്നു ആക്രമണത്തിൽ. അവസാന ശ്വാസം വരെയും തങ്ങൾ ഇറാന് വേണ്ടി പ്രവർത്തിക്കും, വാർത്തകൾ കൃത്യമായി നൽകും, അല്ലെങ്കിൽ ഇറാന്റെ കാര്യങ്ങൾ നിലപാടുകൾ വ്യക്തമാക്കുന്നത് പോലെ നിലപാടുകൾ വ്യക്തമാക്കും, ചാനലിലൂടെ വ്യക്തമാക്കുമെന്ന് സന്ദേശവും അവർ നൽകിയിട്ടുണ്ട്. അതേസമയം ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ എത്ര മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്നത് കൃത്യമായ കണക്ക് പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഇതുവരെയുള്ള മരണസംഖ്യ 224 ആയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല റിപ്പോർട്ടുകളും അത്തരത്തിലാണ് കൊടുക്കുന്നത്. BBC അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഇറാനിൽ 224 പേർ കൊല്ലപ്പെട്ടു എന്നും ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിൽ 24 പേർ കൊല്ലപ്പെട്ടു എന്നുമുള്ള കണക്കുകളും പുറത്തു വരുന്നുണ്ട്. അഖില, രശ്മിനി തുടരുക. സെബാൻ കൂടി ഉണ്ട്. സെബാൻ, ഈ സന്നദ്ധത അറിയിക്കണം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ മുൻകൈ എടുക്കണമെന്ന് ഇറാനോട് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാൻ അതിന് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട്. ആ തരത്തിൽ എന്തെങ്കിലും ഒരു സമവായം ഇതിനുണ്ടാകാൻ സാധ്യതയുണ്ടോ? നിലവിൽ ഇറാൻ ആണ് അത്തരത്തിലൊരു സൂചന നൽകിയിരിക്കുന്നത്. അതായത് ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് നേരത്തെ തന്നെ. അതായത് ഇതിന്റെ സാഹചര്യം ഇതാണ്. ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട്, അതായത് 2018 അമേരിക്ക ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യം ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായ കാലത്ത് ഇറാനുമായിട്ടുള്ള കരാറിൽ നിന്ന് ട്രംപ് പിന്മാറിയിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ രണ്ടാം ടേം, അതായത് ഈ വർഷം ജനുവരിയിൽ അദ്ദേഹം അധികാരത്തിലെത്തിയ ശേഷം വീണ്ടും നമുക്കറിയാം നിലനിൽക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അതിൽ ഹമാസ് അടക്കമുള്ള സംഘടനകൾക്ക് നേതൃത്വം നൽകുന്നത് ഇറാനാണ് എന്നതുകൊണ്ട് ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ടൊരു ചർച്ച അന്താരാഷ്ട്ര തലത്തിലുള്ള സമ്മർദ്ദം ഇസ്രായേൽ ഉയർത്തുകയും അതിനുശേഷമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി ഒരു ആണവ ചർച്ച ആരംഭിക്കുന്നത്. കഴിഞ്ഞ 3 മാസക്കാലമായി ആ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒമാന്റെ മധ്യസ്ഥതയിലായിരുന്നു ആ ചർച്ച നടന്നത്. അതിന്റെ 5ാമത്തെ റൗണ്ട് ആണ് അവസാനം റോമിൽ വെച്ച് കഴിഞ്ഞത്. അതിന്റെ ഒരു ഘട്ടം കൂടി, ഒരു ചർച്ച കൂടി മസ്കത്തിൽ നടക്കാനിരിക്കുന്നതിന് മുമ്പാണ് ഈ സംഘർഷം ഉണ്ടാവുന്നത്. അപ്പോൾ നേരത്തെ തന്നെ 60 ദിവസത്തെ സമയമാണ് ട്രംപ് ഇറാന് കൊടുത്തത്. 60 ദിവസം 61ാമത്തെ ദിവസമാണ്, അതായത് ജൂൺ 13-നാണ് ഇസ്രായേൽ ഈ ആക്രമണത്തിന് തയ്യാറായത്. ആ കാലയളവിൽ ഇറാൻ ആണവ അതായത് യുറേനിയം എൻറിച്ച്മെന്റ് എന്ന് പറയുന്ന പരിപാടിയുമായി മുന്നോട്ട് പോകുന്നതിൽ നിന്ന് പിന്മാറില്ല എന്ന നിലപാട് തന്നെയാണ് ഇറാൻ സ്വീകരിച്ചത്. ഒരു കരാറിനും ഇറാൻ പോവേണ്ടതില്ലെന്ന നിലപാടായിരുന്നു ഖമനയി അടക്കം സ്വീകരിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, ഇതിനിടയിൽ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ പരിശോധന ആവശ്യപ്പെടുന്ന സമയത്ത് അവർ കണ്ടെത്തിയത്, അതായത് 20 വർഷക്കാലത്തിനിടയിലാണ് അങ്ങനൊരു കണ്ടെത്തൽ IAEA നടത്തുന്നതെന്ന് ശ്രദ്ധിക്കണം. അതിന്റെ മേധാവിയായ റഫായേൽ ഗ്രോസി നടത്തിയ പ്രസ്താവന, ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു. ആ റിപ്പോർട്ട് അനുസരിച്ച് പല കേന്ദ്രങ്ങളിൽ വെച്ച് ഇറാൻ ആണവായുധ നിർമ്മാണത്തിലേക്ക് എത്തി, അതായത് അവരുടെ യുറേനിയം ശുദ്ധീകരണം ഒരു വെപ്പൺ ഗ്രേഡിലേക്ക് എത്തി എന്ന സംബന്ധിച്ച റിപ്പോർട്ട് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പുറത്തുവിടുന്നു. ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് അമേരിക്കയുമായി ചർച്ചയിലായിരിക്കെ ആ 3 മാസം കൊണ്ടാണ് 60% യുറേനിയം എൻറിച്ച്മെന്റിലേക്ക് ഇറാൻ എത്തിയത് എന്നതായിരുന്നു അതിന്റെ അർത്ഥം. തുടർന്നാണ് ഫ്രാൻസ്, UK അടക്കമുള്ള രാജ്യങ്ങളുടെ നിർബന്ധപ്രകാരം IAEA ഗവർണേഴ്സ് ബോഡി യോഗം ചേർന്ന് ഇറാൻ ആണവായുധ നിർമ്മാണത്തിലേക്ക് അതിനടുത്തെത്തി എന്ന പ്രമേയം പാസാക്കുന്നത്. ഈ പ്രമേയം പാസാക്കിയതിന് അടുത്ത ദിവസമാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ഇസ്രായേൽ ആരംഭിച്ചതും. അതിനുശേഷം 3 തവണ നെതന്യാഹു മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ 3 തവണ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗികമായ സന്ദേശം നൽകിയിട്ടുണ്ട്. ആദ്യത്തെ തവണ ടെലിവൈസ്ഡ് പ്രസംഗം നടത്തി, 2ാം തവണ അതായത് ഇന്നലെ രാത്രി ഫോക്സ് ന്യൂസിന് അഭിമുഖം, ഇന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ വഴിയോ അല്ലെങ്കിൽ ഔദ്യോഗിക മാധ്യമങ്ങൾ വഴിയോ ഇറാന്റെ വ്യോമയാന മേഖലയുടെ നിയന്ത്രണം പൂർണ്ണമായി കഴിഞ്ഞു.
പ്രഖ്യാപിത യുദ്ധലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനടുത്തെത്തിക്കഴിഞ്ഞു എന്ന പ്രസ്താവന നെതന്യാഹു നടത്തിയത്. അത് തന്നെയാണ് സബാൻ. ഇപ്പോൾ അശ്വിനി കൂടി ചേരുന്നുണ്ട്. അശ്വിനി, ഈ മധ്യസ്ഥത വഹിക്കാൻ അല്ലെങ്കിൽ സന്നദ്ധത അറിയിക്കാൻ ഇറാനോട് ആവശ്യപ്പെടുമ്പോഴും ഇറാന്റെ ഒരു സന്നദ്ധത കൊണ്ട് മാത്രം ഈ യുദ്ധസമാനമായ സാഹചര്യങ്ങളൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. വലിയ സന്നാഹങ്ങളാണ് ഇസ്രായേലിനുള്ളത്. അയൺ ഡോം അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങളാണ് ഇസ്രായേലിന് കൈവശമുള്ളത്. ഇറാന്റെ ഓരോ തിരിച്ചടിയും ഇവയ്ക്കെല്ലാമുള്ള ഒരു പ്രതികൂല സാധ്യതയാണ്. അതായത് ഇതിന്റെ എല്ലാം കാര്യക്ഷമതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ളതാണ് ഇറാന്റെ എല്ലാ ആക്രമണങ്ങളും. ഇനി ഇറാൻ ഈ നടത്തുന്ന തിരിച്ചടികൾ ഏതെങ്കിലും മാധ്യമ രംഗത്തെ സ്വാധീനിച്ചുകൊണ്ടായിരിക്കുമോ, ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കുമോ, എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണങ്ങൾ? ഈ യുദ്ധ സമാനമായ സാഹചര്യം ലോകക്രമത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? അത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ എങ്ങനെ ബാധിക്കും? വിശദാംശങ്ങൾ. അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ലോകക്രമത്തെ വലിയ തോതിൽ മാറ്റിമറിക്കും. പ്രത്യേകിച്ച് ഇറാൻ കൂടുതൽ കാലം ഈ ആക്രമണത്തെ പ്രതിരോധിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഈ ലോകക്രമത്തെ ആകെ മാറ്റിമറിക്കുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങളടക്കം, യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള രാഷ്ട്രങ്ങൾ, ജർമ്മനി അടക്കമുള്ളവർ ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇറാൻ പ്രശ്നപരിഹാരത്തിന് മുന്നിട്ടിറങ്ങണമെന്ന് ആവശ്യപ്പെടുമ്പോഴും ഇത് ലോകക്രമത്തെ ആകെ മാറ്റിമറിക്കാൻ തക്ക ശേഷിയുള്ള ഒരു നീക്കം തന്നെയാണ്. കാരണം ഈ ഒരു സംഘർഷം കൂടുതലായി വ്യാപിച്ചു കഴിഞ്ഞാൽ അത് പലതരത്തിൽ സാമ്പത്തികമായും അല്ലെങ്കിൽ വ്യവസായപരമായും എല്ലാ തരത്തിലും എല്ലാ രാഷ്ട്രങ്ങളെയും, പ്രത്യേകിച്ച് യൂറോപ്യൻ രാഷ്ട്രങ്ങളെ അടക്കം ഏറ്റവും കൂടുതൽ ബാധിക്കും. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഒരു നിർണായകമായ നീക്കവും കൂടിയാണ്. കാരണം ഒരേ സമയം ഗാസയിൽ ആക്രമണം നടത്തുന്നു. ഇപ്പോഴും ഇറാന് നേരെ ആക്രമണം നടത്തുമ്പോഴും ഗാസയിൽ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ. ഒരേ സമയം രണ്ട് എതിരാളികളെ നേരിടുന്ന ഒരു അവസ്ഥയാണ് ഇസ്രായേലിനുള്ളത്. ഇനി എത്രയൊക്കെ സൈനിക ശേഷിയുണ്ട്, എത്രയൊക്കെ ഇൻ്റലിജൻസ് ശക്തിയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും അത് എത്ര നാൾ ഇത് ഇസ്രായേലിനെ കൊണ്ട് മുന്നോട്ട് നീങ്ങാനാകുമെന്നത് വലിയൊരു ചോദ്യമാണ്. ഈ അവസരത്തിൽ ഉന്നയിക്കപ്പെട്ട വലിയൊരു ചോദ്യമാണ്. മറ്റു രാഷ്ട്രങ്ങൾ, അതായത് ഇപ്പോൾ ഇസ്രായേൽ ആക്രമിക്കുന്ന ലെബനൻ അടക്കമുള്ള രാഷ്ട്രങ്ങൾ, ഗാസയിലെ ഹമാസും ഇത്തരത്തിൽ ഒന്നിച്ചു വരികയാണെങ്കിൽ, ഇറാനൊപ്പം നിൽക്കുകയാണെങ്കിൽ അത് ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ചിലപ്പോൾ നീങ്ങിയേക്കാം. അതേസമയം ഇസ്രായേലിനുള്ള മുൻകൈ എന്ന് പറയുന്നത് അവരുടെ ഈ ഇൻ്റലിജൻസ് സംവിധാനം തന്നെയാണ്. അതായത് നേരത്തെ ആണെങ്കിൽ ഹമാസിൻ്റെ കേന്ദ്രങ്ങളിലടക്കം നുഴഞ്ഞു കയറി, അല്ലെങ്കിൽ അവരുടെ നീക്കങ്ങളടക്കം ഓരോ നേതാക്കൾ എവിടെയാണ്, അവരുടെ നീക്കങ്ങൾ എന്തൊക്കെയാണ്, അവരെങ്ങോട്ടാണ് പോകുന്നത്, അവർക്കുള്ള തുരങ്കങ്ങൾ, അതായത് ഹമാസിൻ്റെ തുരങ്കങ്ങൾ വരെ എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കി അത്തരത്തിൽ ആക്രമണം നടത്തി ഹമാസിൻ്റെ തലവന്മാരെ ഒന്നിനു പിറകെ ഒന്നായി വധിക്കാനുള്ള ശക്തി, അതുപോലെ തന്നെ ഇറാൻ്റെ സൈനിക മേധാവിമാരെ, ജനറൽമാരെയും അടക്കം വധിക്കാനുള്ള ശേഷി, ഇതൊക്കെ ഇസ്രായേലിന് നൽകുന്ന മുൻതൂക്കം തന്നെയാണ്. അതുപോലെ തന്നെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയും. ഇപ്പോൾ അമേരിക്കൻ യുദ്ധക്കപ്പൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്കൻ യുദ്ധക്കപ്പലും യുദ്ധവിമാനങ്ങളും അടക്കം അങ്ങോട്ട് നീങ്ങുന്നുണ്ട്. നേരത്തെ തന്നെ മധ്യേഷ്യയിൽ നിലയുറപ്പിച്ചിട്ടുള്ള അമേരിക്കയുടെ USS വിൻസണിന് പുറമെ ഇപ്പോൾ നെറ്റ്സും അങ്ങോട്ട് നീങ്ങുകയാണ്. അതായത് സൗത്ത് ചൈന സീയിൽ ഉറപ്പിച്ചിരുന്ന യുദ്ധക്കപ്പൽ കൂടി ഇപ്പോൾ മധ്യേഷ്യയിലേക്ക് നീങ്ങുകയാണ്. അതുപോലെ തന്നെ യുദ്ധക്കപ്പലുകൾ അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള ടാങ്കർ വിമാനവും മധ്യേഷ്യയിലേക്ക് നീങ്ങുന്നു. അത്തരത്തിൽ ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കുകയാണ് അമേരിക്ക അടക്കമുള്ളവർ. അതേസമയം ഇതിനകത്ത് എടുത്തു പറയേണ്ട വേറൊരു കാര്യമെന്ന് പറയുന്നത് G7 ഉച്ചകോടി ഇപ്പോൾ കാനഡയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഉച്ചകോടിയിൽ ഇസ്രായേൽ ഇറാൻ സംഘർഷം കുറയ്ക്കാനായിട്ടുള്ള, ലഘൂകരിക്കാനായിട്ടുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അത് സംബന്ധിച്ചൊരു ധാരണ ഉടലെടുക്കാനുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾ ഉണ്ടായെങ്കിൽ പോലും അതിൽ ഒപ്പുവയ്ക്കാൻ ട്രംപ് തയ്യാറായിട്ടില്ല എന്നതും വ്യക്തമാകുന്നുണ്ട്. അതായത് അത്തരത്തിലൊരു ഡീഎസ്കലേഷനുള്ള നീക്കങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ പോലും അമേരിക്ക അതിൽ നിന്ന് പിന്മാറുന്നു. അത്തരത്തിലൊരു കരാർ ഇപ്പോൾ സാധ്യമാകില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് കാനഡയിൽ നിന്ന് വരുന്നത്. അങ്ങനെ ഈ ഒരു വിഷയം കൂടുതൽ നീണ്ടുപോകാൻ തന്നെയാണ് സാധ്യത. എന്നാൽ ഇതിൽ ഇറാൻ്റെ അല്ലെങ്കിൽ ഇറാൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്, ഇറാൻ്റെ നീക്കം എന്താണെന്നുള്ളതായിരിക്കും ഇത് കൂടുതൽ എടുത്തു പറയേണ്ടത്, നിർണായകമാകുന്നത്. കാരണം ഈ എല്ലാ രാഷ്ട്രങ്ങളും ഉറ്റുനോക്കുന്നത് ഇറാൻ ഇത്രനാളും നടത്തിയ ആണവ സമ്പുഷ്ടീകരണം അടക്കമുള്ളവ അതൊരു ആയുധത്തിലേക്ക് മാറിയിട്ടുണ്ടോ എന്ന് വേണം നമ്മൾ ആലോചിക്കാനും മനസ്സിലാക്കണം. അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ഥിതി മൊത്തം മാറിമറിയുമെന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും. അഖില, വലിയ ആക്രമണമാണ് ഇറാനെതിരെ ഇസ്രായേൽ തൊടുത്തുവിട്ടത്. അതിന്റെ പ്രത്യാക്രമണം ഇപ്പോൾ ഇറാൻ ആരംഭിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ഇറാന്റെ IRIB ചാനൽ ആസ്ഥാനത്താണ് തത്സമയ ടെലിവിഷൻ സംപ്രേഷണത്തിനിടെ മിസൈൽ പതിച്ചത്. അതിന്റെ ദൃശ്യങ്ങൾ, ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. പിന്നാലെ ഇറാൻ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നു. സന്നദ്ധത അറിയിക്കണമെന്ന് ഇറാനോട് ട്രംപ് ആവശ്യപ്പെടുന്നുണ്ട്. ഇടപെടണമെന്ന് ട്രംപ് പാശ്ചാത്യ രാജ്യങ്ങളോടും ആവശ്യപ്പെടുന്നുണ്ട്. ഈ സംഭവത്തിൽ പശ്ചിമേഷ്യ ഒരു യുദ്ധാന്തരീക്ഷത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അശ്വിനി എസും അഗ സെബാസ്റ്റ്യനും.